തലമുറകളിലൂടെ കൈമാറിയ കേരളത്തിന്റെ തനത് ആചാരങ്ങളും വിശ്വാസങ്ങളും കാത്തുസൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി മാറുകയാണ് നടുവത്ത് സ്വദേശി കെ.പി. ഭാസ്കരൻ. പഴമയുടെ അനുഷ്ഠാനങ്ങൾ പുതുതലമുറയ്ക്ക് കൈമാറുക എന്ന ലക്ഷ്യം കൂടി ഈ തിരുവോണ ആചാര കാഴ്ചയ്ക്ക് പിന്നിലുണ്ട്. വീടിന്റെ മുറ്റത്തൊരുക്കിയ പൂക്കളത്തിന്റെ നടുവിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ചാണ് ഭക്തിപൂർവ്വം തിരുവോണത്തെ ഇദ്ദേഹവും കുടുംബവും വരവേറ്റത്. അത്തം നാൾ മുതൽ പൂക്കളം ഒരുക്കുന്നവർ ഉത്രാടം വരെ പൂക്കളം വിപുലീകരിക്കുകയും തിരുവോണ ദിനത്തിൽ പൂക്കളത്തിന്റെ നടുവിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച് പൂജിക്കുകയും ചെയ്യുന്നതാണ് പതിവ്. വീടിന്റെ മുറ്റത്ത് അരിമാവ് കൊണ്ട് അണിഞ്ഞ് മണ്ണിൽ തൃക്കാക്കരയപ്പന്റെ രൂപമൊരുക്കി പ്രതിഷ്ഠിക്കുന്നതാണ് പരമ്പരാഗത ആചാരം. വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയായ ഓണം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായാണ് കേരളീയർ ആഘോഷിക്കുന്നത്. തൃക്കാക്കരയപ്പൻ മാവേലിയാണോ വാമനനാണോ എന്നതിൽ വ്യത്യസ്ത വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും മഹാവിഷ്ണുവിന്റെ സങ്കല്പമാണെന്നാണ് കെ.പി. ഭാസ്കരന്റെ വിശ്വാസം. യഥാർത്ഥത്തിൽ ഇത് ആളുകളുടെ സങ്കല്പം എന്ന് പറഞ്ഞത് മഹാബലി നാട് കാണാൻ വരിക എന്നുള്ളതാണ് ആളുകളുടെ പൊതുവെയുള്ള ഒരു സങ്കല്പം. യഥാർത്ഥത്തിൽ അതല്ല, ഇത് മഹാവിഷ്ണുവിൻ്റെ ഒരു സങ്കല്പമാണ്. അദ്ദേഹം മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാണ് ആളുകളുടെ വിശ്വാസം. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ മഹാബലിക്ക് മഹാവിഷ്ണു വേറൊരു ലോകം തന്നെ എടുത്ത് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാനിത് ആ വിശ്വാസത്തിൽ വെച്ചല്ല അത് ചെയ്യുന്നത്. ഇതൊരു കല എന്നുള്ള നിലക്കാണ്. വരും തലമുറയ്ക്ക് എൻ്റെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കൊക്കെ ഇത് അറിയാൻ വേണ്ടി ഇങ്ങനൊരു കലാരൂപം ഉണ്ട് എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. പിന്നെ മണ്ണ് കൊണ്ട് തൃക്കാക്കരയപ്പനെ ഉണ്ടാക്കി അത് അരിമാവ് കൊണ്ട് അണിഞ്ഞ് അതോടൊപ്പം തന്നെ പൂക്കളം തീർക്കുകയും പൂവിട്ട് പിന്നെ മഹാബലിയെ വെച്ച് പൂവൊക്കെ വെച്ച് ചാർത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഒരു കല എന്നുള്ള നിലക്കാണ് ഞാൻ ഇത് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ചിങ്ങമാസം എന്ന് പറയുന്നത് ഒരു കാർഷിക വിളവെടുപ്പിൻ്റെ ആരംഭമാണ്. ഇടവും വിതണവും കർക്കിടകമൊക്കെ പഞ്ഞമാസം കഴിഞ്ഞ് മഴയുടെ ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞ് ചിങ്ങമാസം ആരംഭിക്കോടുകൂടെ തന്നെ കാർഷിക വിളവെടുപ്പ് ആരംഭിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി കർഷകരുടെയും കർഷക തൊഴിലാളികളുടെ ഇടയിലുണ്ട്. അതിൻ്റെ ഒരു പ്രകടനം കൂടിയാണ് ഇങ്ങനെ ഓണത്തിന് മാതേവരേക്ക്. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും വണ്ടൂർ പ്രസ് ഫോറം പ്രസിഡന്റുമായ കെ.പി. ഭാസ്കരൻ ചെറുപ്പകാലം മുതൽ തുടരുന്ന ആചാരമാണിത്. വർഷങ്ങളായി മുടങ്ങാതെ തിരുവോണ നാളിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്ന പതിവ് ഇന്നും അദ്ദേഹം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. ഇത് സമ്മാനങ്ങളുടെ ഓണക്കാലം. ഈ ഓണത്തിന് സന്തോഷവും സമ്മാനങ്ങളും ഇരട്ടിയാക്കാം. ഹയ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ഓരോ അരപ്പവൻ സ്വർണ്ണാഭരണത്തോടൊപ്പം ആകർഷകമായ ഒരു സെറ്റ് സാരി ഓണ സമ്മാനമായി നേടൂ. മാത്രമല്ല, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ഉടനടി നേടാം ഗോൾഡ് കോയിൻ, നോൺ സ്റ്റിക് തവ, ഡിന്നർ സെറ്റ് തുടങ്ങിയ വിസ്മയ സമ്മാനങ്ങളും. ഈ ഓണം ആഘോഷമാക്കൂ ഹയയോടൊപ്പം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, വടപുറം, നിലമ്പൂർ, എളങ്കൂർ. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ. 7012 945 198.